സമാധാനമാർഗം എന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡ് വരുവാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചു. അത് ഓർത്ത് എന്ത് ചെയ്തിട്ട് നന്ദി പറയും. ചിലരെ സംബന്ധിച്ചോളം അകാരണമായ ഭയം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി കണക്കൂട്ടി നോക്കിയിട്ട് ഈ നില തുടർന്നു പോയാൽ നാളെ ഞാൻ എന്തായി തീരും, ഞാൻ ഇങ്ങനെ തുടർന്നു പോയാൽ ഞാൻ ഇന്നവണ്ണം നശിക്കത്തുള്ളൂ എന്നുള്ളതായ ഒരു കാൽക്കുലേഷൻ അവരുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് അവർ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ചിന്താരെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ നില തുടർന്നു പോയാൽ ഞാൻ നശിക്കത്തേ ഉള്ളൂ, തകരത്തേ ഉള്ളൂ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തനെ ഭരിക്കുക. അങ്ങനെ വരുമ്പോൾ അവന് സമാധാനം നഷ്ടപ്പെടുകയാണ്, ഉറക്കം നഷ്ടപ്പെടുന്നു, ഭക്ഷണത്തോട് വിരക്തി തോന്നുന്നു അല്ലേ. അങ്ങനെ ഈ പ്രഭാഷണം കണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങളുള്ള ബന്ധത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ, സന്തോഷം നഷ്ടപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ, ഭക്ഷണത്തോട് മാത്രമല്ല ജീവിതത്തോട് പോലും വിരക്തി തോന്നിയിട്ടുള്ളവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. നീ എല്ലാം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നിടത്തുനിന്ന് നിനക്കൊരു പുതിയ തുടക്കം തരുവാനായിട്ട് ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിശ്ചയമായും ഒന്നും അവസാനിപ്പിക്കേണ്ടി വരില്ല. ഒരു പുതിയ തുടക്കവും അതിനോട് കൂടെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഒക്കെ പ്രാപിക്കാൻ കഴിയും. എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കാനുള്ളതാണ്. ഒരിക്കലും ഒരു മനുഷ്യന് നിനക്ക് ശാശ്വതമായ സന്തോഷമോ സമാധാനമോ തരാൻ കഴിയില്ല. ഈ ലോകത്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ഏതൊരു വസ്തുവിനും, ഏതൊരു വിനോദോപാധിക്കും ശാശ്വതമായ സന്തോഷമോ സമാധാനമോ നൽകാൻ കഴിയില്ല. ദൈവം നിനക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനവും തരുന്നിടയായിത്തീരും. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കുക. ലോകപരമായ സന്തോഷ സംവിധാനങ്ങളിൽ ആശ്രയം വെച്ചിട്ട് നഷ്ടവും കഷ്ടവും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലഹരിക്കടിമകളായ ആളുകളുണ്ട് അല്ലേ. എന്താ സംഭവിക്കുന്നത്? നശിക്കുന്നതോറും കുടിക്കുന്നതോറും നശിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല, സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. ആ കെട്ടുവിട്ട് കഴിയുമ്പോൾ വീണ്ടും അവൻ വേദനയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ തലങ്ങൾക്കാണ് ഒരു മാറ്റം വരേണ്ടത്. അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവിക സംരക്ഷണം ഉണ്ടാകും, ദൈവിക വിടുതൽ അനുഭവിക്കാനായിത്തീരും. ദൈവിക സംരക്ഷണവും ദൈവിക വിടുതലും അനുഭവിക്കാനായിട്ട് ഇത് നിങ്ങളെല്ലാവരെയും സഹായിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാഷണം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ തീരുമാനമെടുക്കാനും തന്മുഖാന്തരമായിട്ട് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനും കാരണമാതിരിട്ടതിന് പ്രത്യാശിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.